കുട്ടിക്ക് അച്ഛനല്ല 5 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അമ്മ ഒറ്റയ്ക്കാണ് ഈ കുട്ടിയുടെ സകല കാര്യം പഠിത്തം മുതൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇളയ ഒരു പെൺകുട്ടിയുണ്ട്. തന്നെ CPM-ന്റെ കയ്യിലാണ്. അത് CPM-ന്റെ കയ്യിലായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോഴും നമുക്ക് ഇതിനകത്തുള്ള തട്ടിപ്പും കാര്യങ്ങളും നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം MLA ആയി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഇതിൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ വൈഫും രോഗിയാണ്, ഹൈപ്പർ ടെൻഷനായി പോയി. ടെൻഷനിൽ 30 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെ ഒരു പൈസ റിട്ടേൺ കിട്ടിയിട്ടില്ല. എൻ്റെ പൈസ എങ്ങനെയെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ അത് വളരെ ഉപകാരം. നമസ്കാരം. സാധാരണക്കാരൻ്റെ സമ്പാദ്യ ചെലവുകൾക്കും എൻ്റെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ള ആശ്രയ കേന്ദ്രമാണ് സഹകരണ സംഘങ്ങൾ. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവൻ്റെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കേരളം കണ്ട ഒട്ടനവധി സഹകരണ സംഘത്തിൻ്റെ തട്ടിപ്പുകൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സഹകരണ സംഘം നടത്തിയ ഒരു കൊള്ളയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് വേറെ ഒരിടത്തുമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലം നേമമണ്ഡലം. ശിവൻകുട്ടി നിലവിലെ MLA ആയ നേമമണ്ഡലത്തിലെ നേമം സർവീസ് സഹകരണ ബാങ്ക്. ഈ ബാങ്കിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് CPM-ന്റെ കൈകളിലാണ്. ഈ ബാങ്കിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച് ഇന്ന് മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന, ജീവിതം വെറുത്തു പോകുന്ന കുറേ ആളുകളുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് അവരുടെ ആ നിക്ഷേപകരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്. നമുക്ക് അവരുടെ ഓരോരുത്തരെയുമായി കാണാൻ പോകാം. നമ്മൾ ആദ്യം നിൽക്കുന്നത് ഒരു സാധാരണക്കാരിയായ ശ്രീദേവി അമ്മയുടെ വീട്ടിലാണ്. ശ്രീദേവി അമ്മ 60 വർഷത്തെ പാരമ്പര്യമുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിനെ വിശ്വസിച്ചു. ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ അമ്മയുടെ കണ്ണുനീര്, അവരുടെ സമ്പാദ്യം മുഴുവനും അപഹരിച്ചെടുത്തു പോയ ഈ സഹകരണ സംഘത്തെക്കുറിച്ച് അമ്മയ്ക്ക് പറയാനുള്ളതാണ്. അമ്മ, ഞാനൊരു 4 വർഷത്തിന് മുമ്പ് 15 ലക്ഷം രൂപ അവിടെ FD ഇട്ടിരുന്നു. 2 വർഷത്തോളം എനിക്ക് കൃത്യമായി പലിശ തരുമായിരുന്നു. ആ പലിശയെ ആശ്രയിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. അത് എൻ്റെ കൊച്ചുമകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി എൻ്റെ മകൾ തന്ന പൈസയാണ് കൂടുതലും. 12 ലക്ഷം രൂപ അവളുടെ പൈസയാണ്. പിന്നെ എനിക്ക് 2 മുട്ടും വയ്യാതെ മുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ആ ആവശ്യത്തിനാണ് ഞാൻ കുറച്ച് സ്വരൂപിച്ചതാണ്. ബാക്കി കുറച്ച് പൈസ ഇപ്പോൾ ഇത്രയും നാൾ വരെ എനിക്ക് തന്ന ഈ കഴിഞ്ഞ 24 നവംബർ മാസം മുതൽ പലിശയുമില്ല, മുതലുമില്ല, ഒന്നുമില്ല. ഞാൻ കുട്ടിയുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞു. കല്യാണം കഴിയണതിന് മുമ്പ് തന്നെ ഞാൻ കല്യാണ ലെറ്റർ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള ഉറപ്പിന് മേൽ ഞാൻ കല്യാണ ലെറ്റർ വെച്ച് കൊടുത്തു. എനിക്ക് ഒരു പൈസയും തന്നില്ല എന്ന് മാത്രമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു പ്രാവശ്യം വിളിച്ച് എനിക്ക് 20,000 രൂപ തന്നു. ഞാൻ ആകെ വളരെ മാനസികമായ വിഷമത്തിലാണ് ഇരിക്കുന്നത്. ആ കുട്ടിക്ക് അച്ഛനല്ല 5 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അമ്മ ഒറ്റയ്ക്കാണ് ഈ കുട്ടിയുടെ സകല കാര്യം പഠിത്തം മുതൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇളയ ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ എനിക്കുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം പണയപ്പെടുത്തി അവളെ സഹായിക്കാനായിട്ട് കുറച്ച് രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇനി ഞാൻ പണയം വെച്ച ആഭരണത്തിനുള്ള പലിശയും കൊടുക്കണം, അവൾക്ക് കൊടുക്കാനുള്ള ബാക്കി പൈസയും കൊടുക്കണം. അങ്ങനെ ആകെ വിഷമത്തിലാണ്. എനിക്ക് യാതൊരു തരത്തിലും ഈ പൈസ കിട്ടാനായി ഒരു മാർഗവും ഞാൻ ഇന്ന് വരെ കാണുന്നില്ല. ഞാൻ പലപ്പോഴായി അഡ്ഹോക് കമ്മിറ്റി മെമ്പർമാരെ വിളിക്കാറുണ്ട്. അവരെ വിളിച്ചാൽ അവർ ഇനിയിപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നോക്കാമെന്ന് പറയുന്നതല്ലാതെ എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു കിട്ടുമെന്നുള്ള ഒരു ഇതെനിക്ക് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ എനിക്കത് പൈസ കിട്ടിയാലേ എനിക്ക് നിവർത്തിയുള്ളൂ. എനിക്ക് 73 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവയാണ്. എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. അതിൻ്റെ കൂടെ ഈ പൈസയും കൂടെ കിട്ടാതിരിക്കുമ്പം അത് വളരെ വേദന ഉള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ അതെനിക്ക് കിട്ടാനൊരു മാർഗം ഉണ്ടായാൽ അത് വളരെ നന്നായിരിക്കും. അത് വളരെ ഹൃദയവേദനയോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് അവിടെ പൈസ ഇട്ടിട്ട്. എൻ്റെ ഇത്ര പോലും ഗതിയില്ലാത്ത പലരും ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കാര്യമല്ലേ പ്രധാനമായിട്ട് പറയാനുള്ളൂ. എനിക്ക് ഈ പൈസ കിട്ടാൻ എന്തെങ്കിലും മാർഗം ആരുണ്ടാക്കി തരുമോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്.
തെരഞ്ഞെടുപ്പ് സമയം ആണല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലാണ് ഇത് സംഭവം നടന്നത്. അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും CPM നേതാക്കളോ അല്ലെങ്കിൽ ശിവൻകുട്ടിയോ എന്തെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല. ഇതിനിടയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പിന്നെ ആൾക്കാരെ കാണാൻ വരണം എന്ന് പറഞ്ഞ് നമ്മുടെ നേമം കല്യാണ മണ്ഡപത്തിൽ പിന്നെ വിളിച്ചു. അതിൽ ഞാനും പോയിരുന്നു. അവിടെ പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഇതിൻ്റെ സൊസൈറ്റി ഇതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരാളുമല്ല, എന്നാലും ഇവിടുത്തെ MLA ആണെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കാം എന്ന് അന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഇലക്ഷൻ നടക്കുകയാണ്. നമുക്കത് തരാനായിട്ടുള്ള യാതൊരു ഇതും അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുമെന്നും എനിക്കൊരു ഉറപ്പുമില്ല. ഇത് പലരും ഇങ്ങനെ പൈസ ഇട്ടവരെല്ലാം കണ്ണീരും കയ്യുമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വികസിത നിയമം എന്നുള്ള ആ ഒരു പദ്ധതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തിറക്കിയ വികസിത നിയമം എന്നുള്ള രേഖയ്ക്കകത്ത് നിയമ സർവീസ് സഹകരണ ബാങ്കിലെ മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നിക്ഷേപകർക്ക് ആശ്വാസകരമായ വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. ആ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നുണ്ടോ? അത് എനിക്ക് ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ആരും നമുക്കിത് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുമോ അവരൊക്കൊപ്പം നമുക്ക് നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അത് നമുക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അദ്ദേഹം MLA ആയി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അദ്ദേഹം MLA ആയിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഇതിൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത്രയുണ്ട്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ള അവസാനം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൈസ എങ്ങനെയെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു തന്നാൽ അത് വളരെ ഉപകാരം. അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു പുരുഷായുസ് മുഴുവനും രാജ്യസ്നേഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു സൈനികൻ്റെ വീട്ടിലാണ്. അദ്ദേഹം റിട്ടയറായ സമയത്ത് ലഭിച്ച മുഴുവൻ തുകയും അദ്ദേഹം നിക്ഷേപിച്ചത് ഈ സഹകരണ സംഘത്തിലാണ്. ശ്രീകണ്ഠൻ നായർ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, ഭാരതത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സേവിക്കുക എന്ന ഉത്തമമായ ഒരു കർത്തവ്യത്തിൻ്റെ പാതയിൽ എവിടെ ആയിരുന്നു താങ്കൾ? എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്? ഞാൻ 2017 ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. 40 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചിരുന്നു. അതിനുശേഷം ഇതുവരെ ഒരു പൈസയും റിട്ടേൺ കിട്ടിയിട്ടില്ല. ഈ ഇടയ്ക്ക് ഒരു 10,000 രൂപ കിട്ടി, അത്ര തന്നെ. വേറെ ഒന്നും ഒരു പ്രതീക്ഷയില്ലാതിരിക്കുകയാണ്. ഈ 30 ലക്ഷം രൂപ ഇവിടെ ഇടാനുള്ള സാഹചര്യം ഇതിൻ്റെ സെക്രട്ടറി വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. ബാങ്കിൽ നിന്ന്, സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു, അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതാണ്. സുഹൃത്തായിരുന്നു, അറിയാവുന്ന ആളായിരുന്നു. നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയിരുന്നു. അപ്പോഴൊക്കെ ആ വിശ്വാസത്തിൽ ഇട്ടു. ബാങ്കിന്റെ ഒരു വിശ്വാസം, ബാങ്കിന്റെ എത്രയും വർഷത്തെ പാരമ്പര്യം 50 വർഷത്തോളം പാരമ്പര്യമുള്ള ബാങ്കാണ്. അതായത് ഇപ്പം ജീവിതം മൊത്തം കഷ്ടപ്പെട്ട പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 30 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടിടുന്നത്. അപ്പൊ അതിന് ഈ ബാങ്കിന്റെ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. അപ്പോൾ 50 വർഷത്തോളം പഴക്കമുള്ള ബാങ്കാണ്. ആ വിശ്വാസത്തിലാണ് ഇട്ടത്. ഇയാളെ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇത് ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള CPM-ന്റെ കൈകളിലായിരുന്നു ആ ബാങ്ക് തുടക്കം. അങ്ങനെ തന്നെ CPM-ന്റെ കയ്യിലാണ്. പിന്നെ അത് CPM-ന്റെ കൈകളിലായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോഴും നമുക്ക് ഇതിനകത്തുള്ള തട്ടിപ്പും കാര്യങ്ങളും നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ സെക്രട്ടറി, നിങ്ങളുടെ അടുത്ത് ഈ പൈസ ചോദിച്ച സെക്രട്ടറി CPM-കാരനായിരുന്നു? അതെ, CPM-കാരൻ. അതെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇതൊക്കെയായി രൂക്ഷമായി. ED-യുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല പൈസ നഷ്ടപ്പെട്ട ആളുകളുടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സേവ് ഫോറം ഒക്കെ രൂപീകരിക്കുകയുണ്ടായി. എന്നിട്ടും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മത്സരിക്കുന്ന ഇവിടുത്തെ മന്ത്രി ശിവൻകുട്ടിയെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശിവൻകുട്ടി വന്നിരുന്നു. ഇവിടെ കൺവെൻഷൻ നടന്നു. അപ്പോൾ ഞങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു. ഇനി കൂടുതലൊന്നും ചെയ്യാനൊക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അത്ര തന്നെ. വേറെ ഒന്നും ചെയ്തൊന്നുമില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിരുന്നു. ഞങ്ങളുമായിട്ട് സംസാരിച്ചു. എന്തെങ്കിലും നടപടി ചെയ്യാം എന്ന് പറഞ്ഞു. ആ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നുണ്ടോ? അതിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി കഴിയുകയാണ്. എൻ്റെ വൈഫും രോഗിയാണ്. ഹൈപ്പർ ടെൻഷനായിപ്പോയി. ഈ ടെൻഷനിൽ അങ്ങനെ കിടപ്പ് രോഗിയായിപ്പോയി. അപ്പം നമ്മുടെ ഇവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വികസിത നിയമം എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് ആ രേഖയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രതീക്ഷ നൽകും. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നുള്ള ഉറപ്പ്? തീർച്ചയായിട്ടും പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്യുന്നുള്ള വിശ്വാസത്തോടെയാണ് കഴിയുന്നത്. പ്രതീക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും.